നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവാചകരുള്ളതാണ്. തിരഞ്ഞെടുപ്പ് പ്രവചനം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ മാർഗമായിട്ട് ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. സെഫോളജി എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് ജ്യോത്സ്യന്മാർ സാധാരണ പറയുന്ന പോലെ കണ്ണുടച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയല്ല. ശാസ്ത്രീയമായി തിരഞ്ഞെടുപ്പുകളെ വിലയിരുത്തിക്കൊണ്ടും കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളുടെ ശതമാന കണക്കുകളും പിന്നീടുണ്ടായ സ്വിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടുമുള്ള ഒരു പ്രത്യേക രീതിയാണ്. ഒരു സെഫോളജി എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് ഇപ്പം തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്, ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നതിൽ ഏതാണ്ട് കേരളത്തിൽ പ്രവചിച്ച 9 എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേപോലെ ശരിയായി. അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം, ഒരേപോലെ ശരിയായി. അപ്പം അങ്ങനെ ഒരു പ്രവചനം ഈ കവറിനകത്തുണ്ട്. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ എ വഹീദ് ഞങ്ങളെ ഒന്ന് ഊഷിയാക്കാനായിരിക്കാം അദ്ദേഹം ഒരിക്കൽ കൊണ്ടുവന്ന് സീൽ ചെയ്ത് ഒപ്പൊക്കെ ഇട്ട് ടാമ്പർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് കയറി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അങ്ങനെ തന്നിരിക്കുകയാണ്. അദ്ദേഹം ഇതിൽ പറഞ്ഞത് ഈ റിസൾട്ട് വോട്ടെണ്ണൽ പൂർത്തിയായി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മുഴുവൻ വന്നതിന് ശേഷം മാത്രമേ ഇത് പൊട്ടിക്കാവൂ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ പൊട്ടിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ശ്രീ EP അനിലുണ്ട്. അദ്ദേഹമാണ് ഇത്. അദ്ദേഹത്തിന് പൊട്ടിക്കുമ്പോൾ തന്നെ ശ്രീ വഹീദ് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അദ്ദേഹം പൊട്ടിച്ചിട്ട് അദ്ദേഹം തന്നെ ഇത് പറയും. എന്നിട്ട് നമുക്ക് ചെറിയ വിശകലനം നടത്താം. ഇത് ഡേറ്റ് 10/4/2026. 10/4 എന്ന് പറഞ്ഞാൽ 9-ാം തീയതിയായിരുന്നു തെരഞ്ഞെടുപ്പ്. 10-ാം തീയതി തൊട്ടടുത്ത ദിവസം അദ്ദേഹം വിലയിരുത്തിക്കൊണ്ട് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കം ഉളച്ചിരുന്ന് തയ്യാറാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് തുറക്കാം. ഇതിരിക്കും. ശ്രീ വഹീദ്, എനിക്ക് പറയാനുള്ളത്, തുറന്നതിന് മുമ്പ് പന്തയമുണ്ട്, അവിടെ ഇരുന്നുണ്ട് പന്തയമുണ്ട്. ആ പന്തയത്തില് എന്റെ പ്രൊഡിക്ഷൻസ് കറക്റ്റ് ആയാൽ നിങ്ങൾ എനിക്ക് പാർട്ടി നടത്തണമെന്നും, നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ശരിയായാൽ എന്റെ പ്രൊഡിക്ഷൻസ് തെറ്റിയാൽ നിങ്ങൾക്ക് ഞാൻ പാർട്ടി തരാമെന്നുമായിരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നോക്കുന്നില്ല, കാണിക്കുന്നില്ല. 100% ശരിയാവണമെന്നുണ്ടോ? അല്ല, അതാണ് നമുക്ക് 90 to 100% ആയാൽ ഫുൾ പാർട്ടി. നിങ്ങളെയോ? 80 to 90% ആയാൽ ഹാഫ് പാർട്ടി, അങ്ങനെ പകുതി പാർട്ടി. 75 താഴെ വേണമെങ്കിൽ കോവി. അങ്ങനെ പറയുമ്പോ ഒരു പ്രശ്നം. അല്ല, താങ്കളുടെ അഭിപ്രായം എത്ര % വരെ അക്യുറസി ഉണ്ടാവുമല്ലോ? എപ്പോഴും നമ്മൾ 90% മുകളിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ 100-ൽ 100 മാർക്ക് കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്. മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്താണ് കേരളത്തിൽ ഒരു ഒട്ടുമിക്ക എന്താ പറയുക ജില്ലകളിൽ യാത്ര ചെയ്തത്. അപ്പൊ അവിടെ നിന്നൊക്കെയുള്ള ഈ സാധാരണ ഞാനൊരു സെഫോളജിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, വളരെ അടുത്ത സുഹൃത്തുക്കളോട് 18 സീറ്റിൽ കുറയാതെ UDF ജയിക്കും എന്ന് പറഞ്ഞ് പന്തയം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെറുതെ ഒരു പന്തയം എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതുപോലെ പാർട്ടിയെന്നോ അത്തരം അതൊന്നും ഇല്ലായിരുന്നു, ചെയ്തിരുന്നു. പക്ഷെ കൃത്യമായി 18 സീറ്റ് ജയിച്ചു. അന്നൊക്കെ എല്ലാ ചാനലുകളും എല്ലാം 12 സീറ്റിൽ, അതിൽ മാക്സിമം 14 സീറ്റ് വരെയാണ് UDFന് കൊടുത്തിരുന്നത്. അന്ന് ഞാൻ പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ CP റാഷിദ് എന്ന് പറയുന്ന 18 സീറ്റ് ജയിച്ചുള്ളൂ. ഒന്ന് NDAയും LDF. അപ്പോൾ CP റാഷിദ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അടുത്ത കാലത്ത് ഇതുപോലെ ഈ പൾസ് മാത്രം നോക്കി വാർത്തകൾ കൂടുതൽ ശ്രദ്ധിച്ച് അതിൽ നിന്നും എനിക്ക് തോന്നുന്നു അവന് 102 ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ പ്രവചിച്ചത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെയാണ് ആയിരുന്നു. എന്ത് തന്നെയായാലും ഇതിപ്പോ ഞാൻ 9-ാം തീയതി പോളിംഗ് നടക്കുന്നത് 10-ാം തീയതി രാവിലെയാണ് നിങ്ങളുടെ കയ്യിൽ. അപ്പൊ ഇതില് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, പൊട്ടിച്ചു കഴിഞ്ഞ് ചോദിച്ചാൽ വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞത്, ഈ പാർട്ടി എന്ന് പറയുന്നതിൽ ഇതിൽ ക്രൈറ്റീരിയ ഉണ്ടോ? ഒന്നുമില്ല. എനിക്കൊരു ബ്ലാക്ക് ടീ വാങ്ങി തന്നാലും പാർട്ടിയാണ് ഞാൻ ചെയ്തത് ശരിയാണെങ്കിൽ. തിരിച്ച് നിങ്ങൾ നേരത്തെ പലരും എന്താണ് ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയ വിഷയം നമ്മൾ പറഞ്ഞിരുന്നു. ഞാനിപ്പോ പാർട്ടി എടുത്താൽ നാട്ടുകാർക്ക് മൊത്തമല്ല. ഓക്കെ, ഇപ്പൊ എന്തായാലും ഇനി താങ്കളെ ഏൽപ്പിക്കുകയാണ്, താങ്കൾ അത് വായിക്കണം. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് വന്നിട്ടുള്ള ഇതുവരെ വന്നതനുസരിച്ച് 102 സീറ്റുകൾ UDFും 3 സീറ്റ് NDAയും
35 സീറ്റ് LDF ആണ് നേടിയിട്ടുള്ളത്. ഞാൻ ഇതിൽ എൻ്റെ കണക്കുകൂട്ടലിലുള്ള ഞാൻ ഓരോ മുന്നണിക്കും കിട്ടാവുന്ന പെർസെൻറ്റേജ് ഓഫ് വോട്ടിൻ്റെ ഒരു റേഞ്ച് കൂടെ ഞാൻ എൻ്റെ കാൽക്കുലേഷനിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഞാൻ ഭൂരിപക്ഷം ഇങ്ങനെ കണ്ടപ്പോൾ ഓരോ മണ്ഡലത്തിൽ പൂർണ്ണമായി വന്നിട്ടില്ല ഇപ്പോഴും, അതനുസരിച്ച് നോക്കുമ്പോൾ എൻ്റെ ആ കണക്കൂട്ടൽ ചില പാളി എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം വെച്ചാൽ ഇവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഞാൻ എൻ്റെ പ്രതീക്ഷയിലും കൂടുതലായി പോയിട്ടുണ്ടെന്ന് എനിക്കൊരു ഇതുണ്ട്. പക്ഷേ ഇത് അത് തന്നെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ള അത്രയും ഞാൻ എൻ്റെ കാൽക്കുലേഷനിലുള്ള ഇതിൽ ഞാൻ കുറിച്ചിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് തന്നെയാണ് വ്യത്യാസമെങ്കിലും ഇതേ സീറ്റ് തന്നെയാണ് വരും. അതാണ് കണക്ക്. പക്ഷെ അത് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയപ്പോൾ ഡിഫറൻസ് കൂടിയപ്പോൾ ഭൂരിപക്ഷം കൂടി എന്നുള്ളതേ ഉള്ളൂ. ഭൂരിപക്ഷം കുറവായിരുന്നാൽ പോലും സീറ്റുകളുടെ എണ്ണം ഇങ്ങനെ തന്നെ വരണം എന്നായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ. ഇനി താങ്കൾ ഒന്ന് കുറച്ച് ഉച്ചതി ഒന്ന് വായിച്ചു കൊടുക്കുക പെർസെൻറ്റേജ് അടക്കം. കേരള അസംബ്ലി ഇലക്ഷൻ 2026 റിസൾട്ട് പ്രഡിക്ഷൻ. UDF 94 to 103, 94 മുതൽ 103 വരെ. 102 ആയി കഴിഞ്ഞു, കൈയടിക്കാം. LDF 35 മുതൽ 44 വരെ. LDF 35 നിൽക്കുകയാണ്, വീണ്ടും ഡബിൾ കൈയടി. NDA 1 മുതൽ 3 വരെ. 3 സീറ്റ് നേടിക്കഴിഞ്ഞു. 1 മുതൽ. വോട്ടിംഗ് പെർസെന്റ് കാര്യത്തിൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് വായിക്കാം, പക്ഷെ വോട്ടിംഗ് പെർസെന്റേജ് ഫൈനലായിട്ട് വരുന്നത് നാളെ രാത്രി, ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഒക്കെ വരുള്ളൂ. LDF 35.5% മുതൽ 39% വരെയും, UDF 43% മുതൽ 46% വരെയും, NDA 15% മുതൽ 17.5% വരെയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ പെർസെന്റേജിന്റെ കാര്യത്തിൽ എന്തായാലും ഇത് കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാല് 100% ആക്യുറസി ഉണ്ട്. അപ്പൊ 90% to 100% പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് 103 സീറ്റ് വരെ 100 മാർക്ക് ആ കാര്യത്തിൽ. അപ്പൊ ഇതിങ്ങനെ ചുമ്മാ അദ്ദേഹം എഴുതി വെച്ചല്ലാന്ന് കൂടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കേരളത്തിന്റെ ബുക്കിനും മൂലയിൽ നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ സ്വന്തം രാഷ്ട്രീയ വീക്ഷണത്തിനും അപ്പുറം അതിനെ ഒരു ശാസ്ത്രീയമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു അഭിപ്രായം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണി വരണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകാം, പക്ഷെ അത് പ്രതിഫലിച്ചിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ ഇതിലിപ്പോ യഥാർത്ഥത്തില് ഒരു കാഴ്ചപ്പാട് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് വരണമെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഏകദേശം ഇതിനോടൊപ്പം ഒക്കെ വരണം. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പരിസ്ഥിതി അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രസകരമായ ഒരു സംബന്ധം. UDFന്റെ 94 മുതൽ 103 വരെ എന്ന് പറഞ്ഞതിനകത്ത് അവിടെ പരമാവധിയിലെത്തി തൊട്ട് ഒരെണ്ണത്തിന്റെ കുറവിൽ നിൽക്കുകയാണ്. LDFന്റെ 35 മുതൽ 44 വരെ എന്ന് പറഞ്ഞാൽ 35 തന്നെ നിൽക്കുക. താഴെ പോലും വന്നിട്ടില്ല. NDA 3 വരെ 1 to 3 LDF 35 താഴെ വരിക എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നിയത് അസാധ്യമായിട്ടാണ്. ഏറ്റവും ഒടുവിൽ ഈ റിസൾട്ട് വന്ന് കോന്നിയുടെ റിസൾട്ട് വന്ന് ഏകദേശം തോൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അത് 34 താഴെ പോകുമോ എന്ന് എനിക്കൊരു നെഞ്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്റെ പ്രഡിക്ഷനിൽ ഒരു തെറ്റെങ്കിലും വരാം എന്ന് വിചാരിച്ചു. പക്ഷെ അത് സീറ്റുകളുടെ കാര്യത്തിൽ 99% കറക്റ്റ് ആയിരിക്കുകയാണ്. എന്നാലും നമുക്ക് മാക്സിന്റെ രാഷ്ട്രീയ നിരീക്ഷകൻ ഇങ്ങനെയുള്ള ആളുകളാണ് രാഷ്ട്രീയ ഒബ്സർവേഴ്സ് ആകേണ്ടത്. ഞാൻ